പാർട്ടി വിമതരെ തിരിച്ചെടുക്കുന്നതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് തള്ളി EP ജയരാജൻ. തെറ്റിദ്ധരുത്തിയവരെ തിരിച്ചെടുത്ത ചരിത്രം പാർട്ടിക്കുണ്ട്. നക്സൽ പ്രസ്ഥാനത്തിലേക്ക് പോയവർ പോലും തിരിച്ചു വന്നിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും കാര്യങ്ങൾ പരിശോധിച്ച് പാർട്ടി നിലപാട് സ്വീകരിക്കുമെന്നും EP ജയരാജൻ പറയുകയാണ്. പ്രതികരണത്തിലേക്ക് ഇപ്പോൾ ജയരാജൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് പെശകായിരുന്നു. അവിടെ നിൽക്കുക. അങ്ങനെ നിലപാട് പാർട്ടിയുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് പാർട്ടി വ്യക്തമാക്കിയില്ല. പിന്നെ തന്നെ അതിൻ്റെ മേലെ വിവാദം. ഓരോ പ്രശ്നങ്ങളും ഓരോ സമീപനങ്ങളുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇന്നുണ്ടാകുന്ന ഒരു സംഭവം 25 കൊല്ലം കഴിഞ്ഞാൽ അതുപോലെ നിൽക്കണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നക്സൽ പ്രസ്ഥാനം ഉണ്ടായി. പാർട്ടിയിൽ നിന്ന് കുറേ ആളുകൾ നക്സൽ പ്രസ്ഥാനത്തിലേക്ക് പോയി. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം തെറ്റുപറ്റി ആ തെറ്റ് തിരുത്തി വന്നിട്ടുണ്ട്. അത് പരിശോധിച്ചുകൊണ്ട് പലരെയും പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പാർട്ടിയുടെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുന്ന നിലപാടുകളാണ്. ആ നിലപാടിനനുസരിച്ച് പാർട്ടി പ്രവർത്തിക്കും. അതായത് തെറ്റുപറ്റിയത് പാർട്ടിക്കാണ്, അവർക്കല്ല എന്നാണ് അവർ അതിലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ എല്ലാവരും ഓരോരുത്തർ പറയുന്നതിനും മറുപടി പറഞ്ഞു നടക്കാനല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നയമുണ്ട്. ആ നയം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശക്തമായ ഒരു പാർട്ടിയായി പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരിക. ഈ നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. ഭാവിയിൽ അവർ ആ തെറ്റ് തിരുത്താൻ തയ്യാറായാൽ ഇപ്പോൾ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ പറഞ്ഞതുപോലെ ഭാവിയെക്കുറിച്ച് നമ്മളിപ്പോൾ നിർവചിക്കേണ്ട. ഓരോ പ്രശ്നം വരട്ടെ, ഓരോ കാലമനുസരിച്ച് പ്രശ്നങ്ങൾ ഉയർന്നു വരട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇതിന്നിപ്പോൾ അവർ UDFൻ്റെ MLA വന്നില്ലേ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ നയം വ്യക്തമാക്കി കഴിച്ചിട്ടുണ്ട്. ജയരാജൻ പറഞ്ഞത് പെശകായിരുന്നു. ജയരാജനും അത് അംഗീകരിച്ചു. എനിക്ക് തെറ്റുപറ്റി, ഞാനത് തിരുത്തുന്നു. അത് സ്വയം വിമർശനപരമായി ഞാനത് ഉൾക്കൊള്ളുന്നു. തീർന്നില്ലേ? ഇപ്പോൾ പാർട്ടി നയം വ്യക്തമായി. യഥാ നയം കാലവാതിൽ തുറക്കും അല്ല, നയം വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് തുറക്കുകയോ അടക്കുകയോ എന്നുള്ളത്, തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ഭൗതിക സാഹചര്യങ്ങൾ സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ്. ഇതൊന്നും ഒരു പ്രവചിക്കപ്പെടുകയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ അപഗ്രഥനം നടത്തി, സാഹചര്യങ്ങളെ അപഗ്രഥനം നടത്തി, ഭൗതിക സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഓരോ കാര്യത്തിലും നിലപാട് സ്വീകരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സംഘടനാ പ്രശ്നങ്ങളും പരിശോധിച്ച് നടപടി സ്വീകരിക്കും. പാർട്ടി വിമതരെ തിരിച്ചെടുക്കുന്നതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാടാണ് ഇപ്പോൾ EP ജയരാജൻ തള്ളിയിരിക്കുന്ന. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, ഇപ്പോൾ MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ എടുത്ത നിലപാടിൽ പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നതിന് തെളിവുകൾ നേരത്തെയും വന്നതാണ്. ഇപ്പോൾ ഇതാ EP ജയരാജൻ കൂടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ MV ഗോവിന്ദനും EP ജയരാജനും തമ്മിലുള്ള ഒരു ഭിന്നത പല ഘട്ടങ്ങളായി പുറത്തു വന്നിട്ടാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് നക്സൽ പ്രസ്ഥാനത്തിലേക്ക് പോയവർ വരെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ MV ജയരാജന് ഒരു പിന്തുണ EP-യുടെ ഭാഗത്ത് കിട്ടുകയല്ലേ? സ്മൃതി, അങ്ങനെ തന്നെ വേണം EP ജയരാജന്റെ പ്രതികരണത്തെ നമുക്ക് അനുമാനിക്കാൻ. അതായത് MV ജയരാജൻ പറഞ്ഞത് ആ പാർട്ടിയിൽ നിന്ന് പോയി വിമതരായവർ അവരുടെ തെറ്റ് തിരുത്തി തിരിച്ചു വന്നാൽ അവരെ തിരിച്ചെടുക്കാൻ പാർട്ടി തയ്യാറാകും എന്നതായിരുന്നു MV ജയരാജന്റെ പ്രതികരണം. എന്നാൽ അത് പൂർണ്ണമായി തള്ളി ഇവർ വർഗവഞ്ചകരാണ്, ഈ വിമതരായി പോയവർ വർഗവഞ്ചകരാണ്, അതിൽ തിരിച്ചെടുക്കുകയല്ല എന്ന തരത്തിലൊക്കെ രൂക്ഷമായ ഭാഷയിലായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണമുണ്ടായത്. MV ജയരാജൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാടല്ല എന്ന തരത്തിലായിരുന്നു MV ഗോവിന്ദൻ പ്രതികരിച്ചത്. എന്നാൽ അതിനെ തള്ളുന്നതാണ് EP ജയരാജൻ, CPMന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള EP ജയരാജന്റെ പ്രതികരണം. അതിൽ സൂചിപ്പിച്ചുള്ള അതിനൊരു പശ്ചാത്തലമായി സൂചിപ്പിച്ചത് ഈ നക്സൽ പ്രസ്ഥാനത്തിലേക്ക് പോലും പാർട്ടിയിൽ നിന്ന് ആൾക്കാർ പോയിട്ടുണ്ട്. പിന്നീട് അവർ തെറ്റ് തിരുത്തി തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചെടുത്ത ചരിത്രം പാർട്ടിക്കുണ്ട്. ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്നതായിരിക്കില്ല ഭാവിയിൽ നടക്കുന്നത്. അപ്പോൾ പാർട്ടി ഓരോ കാലഘട്ടത്തിലും അതത് സാഹചര്യങ്ങൾ പരിശോധിച്ചാണ് തീരുമാനത്തിലേക്ക് എത്തുക. അതുകൊണ്ട് ഭാവിയിൽ എന്ത് സംഭവിക്കും, അവരെ തിരിച്ചെടുക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. സുനിൽ കൂടി വിശകലനമായി. സുനിൽ, ഇപ്പോൾ CPM-ൽ സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പാനന്തരം സംഭവിച്ചിരിക്കുന്ന ചില ഭിന്നിപ്പുകൾ അത് മറനീക്കി പുറത്തു വരികയല്ലേ? ഇപ്പോൾ MV ഗോവിന്ദൻ EP ജയരാജൻ തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഭിന്നത ഒരു പുതിയ കാര്യമല്ല. പക്ഷേ അപ്പോഴും MV ഗോവിന്ദൻ ഇപ്പോൾ ഈ പുറത്തു പോയവർ തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട് MV ജയരാജൻ പറഞ്ഞ വിഷയം, അതിൽ EP-യുടെ പിന്തുണ കൂടി MVക്ക് ലഭിക്കുകയാണ്. ഇത് എന്തിന്റെ സൂചനയായിട്ടാണ് കാണേണ്ടത്?
തീർച്ചയായും പാർട്ടിക്ക് പുറത്തുപോയവർ, പാർട്ടിയിൽ ചില തിരുത്തലുകൾ ആവശ്യപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി UDF MLA-മാരായവർ അവർ എങ്ങനെയാണ് പാർട്ടിയിലേക്ക് തിരിച്ചു വരിക? വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി ഈ വിഷയം മാറുകയാണ്. അതായാലും നേരത്തെ ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് MV ജയരാജൻ തന്നെയാണ്. അന്ന് ആ ഒരു പ്രസ്താവന MV ജയരാജൻ നടത്തിയെങ്കിലും തൊട്ട് പിന്നാലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വരികയും അവർ വർഗവഞ്ചകരാണ് എന്ന ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു. അത് പിന്നീട് വലിയ ചർച്ചയായി, വലിയ വിവാദമായി. വർഗവഞ്ചകർ എന്ന് അവരെ വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ EP ജയരാജൻ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുമ്പോൾ ഇപ്പോൾ നക്സലിസത്തിലേക്ക് പോയ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. പാർട്ടിയിൽ ഒരുപാട് തെറ്റ് ചെയ്ത് പുറത്തേക്ക് പോയവർ തിരിച്ചു വന്നിട്ടുണ്ട്. തെറ്റ് തിരുത്തിയാൽ അവർക്ക് തിരിച്ചു വരാം എന്ന നിലയിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ പക്ഷേ അപ്പോഴും EP ജയരാജൻ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയ്ക്ക് പ്രസക്തിയില്ല. അത് എന്തുദ്ദേശിച്ചുകൊണ്ടാണ് EP ജയരാജൻ പറഞ്ഞത് എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ വിഷയം വലിയ ചർച്ചയാണ്. അപ്പോഴും പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നവർ പാർട്ടി തിരുത്തണം എന്ന് പുറത്തുനിന്ന് ആവശ്യപ്പെടുന്ന P കുഞ്ഞികൃഷ്ണനായാലും TK ഗോവിന്ദനായാലും ഒക്കെ തന്നെ പാർട്ടിയാണ് തിരുത്തൽ വരുത്തേണ്ടത്. തങ്ങൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല. പാർട്ടിയാണ് തെറ്റ് ചെയ്തത്. സ്ഥാനാർത്ഥി നിർണയത്തിലായാലും മറ്റ് വിഷയങ്ങളിലായാലും പാർട്ടിക്ക് ഗുരുതരമായ പിഴവുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തിരുത്തൽ വരുത്തേണ്ടത് പാർട്ടിയാണ് എന്ന് പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് പാർട്ടിയിൽ തിരുത്തൽ ആവശ്യപ്പെടുന്ന P കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ TK ഗോവിന്ദനും G സുധാകരനും ഒക്കെ തന്നെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ട് അതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ ചർച്ച CPM-ൽ നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അത് തളിപ്പറമ്പിലായാലും അത് പയ്യന്നൂരിലായാലും ഗുരുതരമായ പിഴവുകൾ പറ്റിയെന്ന് നേരത്തെ CPIM വിലയിരുത്തിയതാണ്, ചർച്ച ചെയ്തതാണ്. ഈ വിഷയത്തിൽ തെറ്റുതിരുത്തൽ നടപടികൾ വേണം എന്ന് CPM തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗമൊക്കെ തന്നെ വിശാലമായ വിശകലന നീക്കത്തിലേക്കൊക്കെ തന്നെ കടക്കുമ്പോഴാണ് വിഷയം വീണ്ടും ഇപ്പോൾ ചർച്ചയാകുന്നത് EP ജയരാജന്റെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടി. ശരി, MV ഗോവിന്ദനെതിരെ ഒരു പടയൊരുക്കം സംശയിക്കുന്ന രീതിയിൽ തന്നെ നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ വരികയാണ്. നിലവിൽ ഇപ്പോൾ ഈ UDF-ലേക്ക് പോയ നേതാക്കളുടെ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് പറയുമ്പോഴും EP പലതും തുറന്നു പറയുകയാണ്. ഇപ്പോൾ നക്സൽ പ്രസ്ഥാനത്തിലേക്ക് പോയവർ വരെ മടങ്ങി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് MV ഗോവിന്ദനെ തള്ളിക്കൊണ്ട് EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ, പിയാസുനുമാണ് വിവരങ്ങൾ നൽകിയത്.